രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ 79,000 കോടി രൂപയ്ക്ക് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങാൻ അനുമതിയായി. ബി ബാലഗോപാലുണ്ട്. ബാലു, ഈ പണത്തിന്റെ കണക്ക് കേൾക്കുമ്പോൾ 79,000 കോടി രൂപ എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപാട് നടക്കാൻ പോവുകയാണ്. ഏത് തരത്തിലാണ് സൈന്യത്തെ കൂടുതൽ സജ്ജമാക്കാനുള്ള ഈ പദ്ധതി? രതീഷ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് സുപ്രധാനമായ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. രാജ്യത്തെ വിവിധ അതായത് 3 സേനാ വിഭാഗങ്ങൾക്കുമായി 79,000 കോടി രൂപയുടെ ആയുധങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതിനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്ക് വിവിധ ആയുധങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതിനുമായാണ് ഈ തുകയ്ക്കുള്ള കരാറുകൾ ഇപ്പോൾ ഏർപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുപ്രധാനമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത്രയധികം ഈ പ്രതിരോധ മേഖലയിലെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇത്രയധികം തുക ചെലവഴിക്കുന്നതിന് വലിയൊരു നീക്കമായാണ് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാട്ടുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിനിർണായകമായ ഒരു അനുമതിയാണ്. 79,000 കോടി രൂപയുടെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങാനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.